ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. ഞങ്ങളിന്ന് ജസ്റ്റ് ഒന്ന് തറവാട്ട് പോവാ കേട്ടോ. ചെറിയ പരിപാടി ഉണ്ട്, നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഹായ്, കൊയങ്ങിയോ കൊയങ്ങിയോ ടയേർഡായോന്ന്? നമ്മൾ ഇപ്പൊ തറവാട്ടിലെത്തി. ഇവിടെ ഇന്റർവ്യൂ എടുക്കാൻ ആൾക്കാരും കാര്യമൊക്കെ സെറ്റ് ചെയ്ത് വന്നിക്കണ പോലെ ക്യാമറയും കാര്യമൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. അനുമോണ്ടിന് ഇപ്പൊ ഇല്ല, നേരത്തെ പിടിച്ചാണ് മുടി വെട്ടാൻ പോയിക്കണ്. അപ്പൊ ഓലെ വെയിറ്റ് ചെയ്ത് ക്യാമറ ഇതൊക്കെ സെറ്റ് ആക്കാണോ. മേക്കപ്പ് അപ്പൊ ചെയ്തിട്ടല്ലോ ഒന്ന് ടച്ചപ്പാണോ? എന്താ പേര്? എന്റെ പേര് ചിക്കു എന്ന് വെച്ചാൽ ചിക്കു. ചിക്കു മതി. ഇതാ വരുന്നേ. എത്രങ്ങാനും നേരായി പോയിട്ട്. ഇനി കുളിച്ചും വേണോ മുടി കെട്ടിട്ട്? ഉമ്മ കുളിച്ചാന് ഇവലിവിടെ കാത്തുക്ക. എന്നിട്ട് ഇന്നാപ്പൊ മുടി കെട്ടി വരുന്നേ. നീ കുളിച്ചാൻ പോവാ? അല്ല, എനിക്ക് നേരത്തെയും ദിവസം നേരല്ലേ എന്തൊക്കെ ഉണ്ടായിരുന്നു? പല്ല് ടൈറ്റാൻ പോലെ വീഡിയോ അപ്ലോഡ് ആക്കാൻ പോലെ. ഇന്നലൊക്കെ വീഡിയോ എടുക്കലല്ലേ പരിപാടി. മമ്മാനെ ഒരുക്കിക്കൊണ്ടിരിക്കാണ്. പെണ്ണാണാ പോണ ഒരിക്കലാണ്. എല്ലാരും കാണുന്നതല്ലേ. മമ്മ മമ്മ സൂപ്പറായി പറയോണ്ടിട്ടോ അമ്മയെ. അടുക്കളയിലുണ്ട് ഒരു പച്ച സ്റ്റൂള്. അല്ല പിന്നെ അത് പ്രൊഫൈലായി പോയില്ലേ? ഇതെന്താ ചെയ്യപ്പോ ഒരേ കാലം കിട്ടില്ല. ഇവിടെ വരെ ഉണ്ടാവും. ആണോ? അനുവിന്റെ ക്യാമറ ഹോളിട്ട് കൊടുക്കാം അനു. തെറ്റിട്ടോ, സൂപ്പറായി പറയൂണ്ട്. എന്താണ് ഊറ്റം? എന്താ പോലെ? എന്തിനാ പിന്നെ ഒരുക്കി കുത്തിരിക്കണ്? ഫോണൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വല്ലൊരു ചില പോകാൻ പറ്റൂല. ഇന്റർവ്യൂ കാണുന്നോണ്ട് കേട്ടോ ഒരു ഇന്റർവ്യൂ നേരിട്ട് കാണുന്നത്. ഇതെന്താ ചിരിച്ചണ്? ചിരിച്ചാ പോന്നാ എറണാകുളത്തുനിന്ന്. ആ വാതില് കാണും. മോണ്ട അനാ വാതിലും ചേട്ടാ. ഓള് ഓൽക്കില്ല വീഡിയോ എടുക്കണം കേട്ടോ. സീന എന്നാണ് പോലെ ചാനലിന്റെ പേര്. മമ്മക്ക് കൊറേ നേരമായി തുടങ്ങിക്കണം, ഒന്നും ആയിട്ടില്ല. ഓരോ ലൈറ്റും കാര്യമൊക്കെ സെറ്റ് ആക്കണം. ഓ ചൊക്കാണ് ചൊക്കാണ്. മുടിയൊക്കെ സൂപ്പറാ. കുറച്ച് ചെറുതാക്കിക്കാണ് അത് തൂങ്ങിക്കണത്. ആയിട്ടില്ല, ഞാൻ പൗതിക്കന്നിട്ട് പോന്നിക്കാം. എങ്ങടെ പോണ്ട? അതോ പായ മുടി നനക്കാനിക്കാരം. ഓന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം പഞ്ചായത്ത് വെള്ളം.
പരീക്ഷ കൂടി ടെൻഷൻ എന്തിനാ വെള്ളം കൊടുത്തോളി അപ്പൊ ചോദ്യം കുറച്ച് കുറഞ്ഞു. മമ്മാനോടാണ് ഏറെ ചോദ്യല്ലേ ഓണ്ട് എന്തേലും പറയുമ്പോൾ തോണ്ടിക്കോണ്ടി നിർത്താനോ എന്താവെന്ന് അറിയില്ല. കണ്ടറിയാ എന്താ മൈക്കേ പൂമളത് വെച്ചെടുത്താ അവിടെ ഒന്നുമല്ല ആ ഫർദന്റെ ഉള്ളില് മമ്മാക്കണ്ട മൈക്ക മമ്മാക്ക് വേണ്ടേ കിട്ടുവോ അപ്പൊ കിട്ടുവോ? ഇത് ഉള്ളില് അങ്ങനെ വെച്ചാൽ മതി. ചെക്ക് ചെയ്യും. എങ്ങനെയാണ് മൈക്ക് കാണാൻ? മൈക്ക സെറ്റാണ്, ഡിജെന്റെ മൈക്കാണ്. നല്ല റേറ്റ് ഉണ്ട് ഇതിന്. നമ്മളൊന്നും വാങ്ങണം വിചാരിച്ചു, പക്ഷെ നടപടി ആവണില്ല. ഊരി കൊടുക്കണ്ട അതാൻ്റെ തന്നെ വെച്ചോ. ഞങ്ങളിവിടെ നിൽക്കും. അത്രക്ക് റേറ്റാ? നല്ല റേറ്റ് ഉണ്ട്. 40 ഹായ് ഹലോ, ദിസ് ഇസ് മീ ബി ജെ ചിക്കു. ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്തൊരു ക്യൂട്ട് ഫാമിലിയാണ്. കുറച്ച് വർഷങ്ങൾ കൊണ്ട് മലയാളി മനസ്സിൽ ഇടം നേടിയ ഫസൽ ഫാമിലിയാണ് ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഉമ്മ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുക. എന്താ പറയാൻ പോലെ ചോദിക്കാൻ വന്ന് പേടിച്ചിട്ട്. ഞങ്ങൾ ഇന്റർവ്യൂവിന് വരുമ്പോ തന്നെ 2 പേര് സുന്ദര കുട്ടപ്പന്മാരാവാൻ വേണ്ടിട്ട് പോയിരിക്കായിരുന്നു. എവിടെ പോയതാണ്? എന്തൊക്കെ ചെയ്തു ഇന്റർവ്യൂ സ്പെഷ്യൽ ആയിട്ട്? ഒന്നും ചെയ്തിട്ടില്ല. നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറയാൻ വേണ്ടി പോയത്. മുടി ചൂണ്ടിട്ട് അതൊന്ന് ഹീറ്റ് ആക്കിട്ടൊന്ന് ചൂടാക്കി പോന്നു. 50 രൂപ കൊടുത്തു. ഭയങ്കര ഫാഷൻ ആക്കുന്നത് ഭയങ്കര സപ്പോർട്ടാന്ന് തോന്നല്ലേ 2 പേര്? പിന്നെ ഇതെന്താ ഇങ്ങനെയൊക്കെ ചോദിച്ചത്? അത്രേ ഉള്ളു. ഇപ്പൊ ഇന്റർവ്യൂ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് കുറെ പേര് താഴെ കമന്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. കാരണം എത്ര പെട്ടെന്ന് ആളുകളുടെ മനസ്സിൽ നിങ്ങൾ ഇടം നേടി. മെയിനായിട്ട് ഞങ്ങൾക്ക് എന്താ അറിയോ, നെഗറ്റീവ് കമന്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിപ്പോ വീഡിയോ എടുക്കാണ് തന്നെ എഡിറ്റ് ചെയ്യാനൊന്നും വലിയ പണിയില്ല. എന്താ നടക്കണേ ആ സാധനം ഞങ്ങൾ അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യും. കുറവാക്കിയാണ് സാധാരണ നോർമൽ രീതി കാണുന്നുണ്ടെങ്കിൽ അവിടെ കട്ട് ചെയ്യണം, മുക്കും മൂലൊക്കെ ഇതാക്കി വെക്കണം. അങ്ങനത്തെതൊന്നുമില്ല. കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ട ചില സീനുകൾ വരുന്നില്ല. എന്താണ് ഇമ്മമാരുടെ തൊള്ളിന്ന് എന്താ ഉഗ്ഗണ്, ഉമ്മാരുടെ തൊള്ളിന്ന് എന്താ ഉഗ്ഗണ്? ഉമ്മാന്റെ തൊള്ളിന്ന് ഉഗ്ഗാൻ കാത്തിക്കണ കുറെ ആൾക്കാരുണ്ട്. അതായത് നല്ല തഗ് സാധനങ്ങളൊക്കെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് കുറെ ആൾക്കാരുണ്ട്. ഉമ്മ എന്തൊക്കെയാ പറയണേ? ശരിക്കും നിങ്ങളാണ് കോണ്ടന്റ് എന്നാ പറയണേ. ഉമ്മ ഭയങ്കര തഗ്ഗാണോ? തമാശയൊക്കെ പറയല്ലേ? ഉമ്മുമ്മാനെ കൊറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഉമ്മുമ്മാനെ തരും കൊടുക്കുന്നുണ്ടോ നിങ്ങള്? ഉമ്മമാന്റെ അഭിപ്രായം എന്താ? ഫോണുണ്ടോ? 8 കുട്ടികളുണ്ട്, 3 മക്കളുമുണ്ട്. പിന്നെ ഞാൻ എങ്ങനെ 5 കുട്ടികളെ ഞാൻ അല്ലിപ്പോ ഞങ്ങള് കൊടുക്കോ? എന്നാൽ ഈ കൂട്ടത്തിൽ ഇതിലാരെ ഏറ്റവും ഇഷ്ടം? ഇതിലെല്ലാരും ഇഷ്ടം. 8 പേരക്കുട്ടികൾ, 3 പേരക്കുട്ടികൾ കുറച്ച് വിട്ടാണ്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടി അതേ ഞങ്ങൾ ഫസ്റ്റില് ഞങ്ങൾക്ക് ഉണ്ടായതാണ്. അപ്പൊ ഒരു പരാതി പറയും മമ്മക്ക് അനുമോണ്ടനുള്ളൂ, അത് കഴിഞ്ഞിട്ടുള്ളൂ ഞങ്ങള്. അതങ്ങനെ തന്നെയാണ്. ഓരും ചെറുപ്പം മുതലേ അങ്ങനെയല്ലേ. പിന്നെ ഒരു പരാതിയാണ് ഞാൻ ഉമ്മാക്ക് അനുമോണ്ടനുള്ളൂ. ഹോസ്റ്റലിൽ കൊണ്ടാക്കി എന്നോട് പറയടി ഹോസ്റ്റലിൽ കൊണ്ടാക്കി ഇതിൽ ഇതൊക്കെ പഠിക്കണം പഠിച്ചാൻ പോകാൻ. അങ്ങനെ പറ. ഭയങ്കര പഠിക്കാൻ മിടുക്കന്മാരായിരുന്നു. മുടുക്ക് പറയണ്ട തോടും പോയി എവിടെ വെച്ചാൽ അവിടെ ഒരു മുടുക്ക് കേട്ടു. ഞാൻ തെരഞ്ഞെടുത്ത ഒരു വടിയും കൊണ്ട് നേരം കൊടുത്താല് മുമ്പിന് ഏറ്റവും കൂടുതൽ അടിയിട്ട് ആർക്കാ? അടി 2 കിട്ടും. എന്താ വെച്ചാ അച്ഛൻ വടിയൊക്കെ എടുത്ത് ചെല്ലും. ചെല്ലുമ്പോ പിന്നെ ഓരോ കൊട്ടൊക്കെ കൊടുക്കും. ആര് ഈ ഫസൽ ഇപ്പൊ ഇപ്പൊ ഫസലേന്ന് വിളിച്ച 2 പേരും തിരിയും. ഇതെങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഒത്തൊരുമ വെച്ച് ഒരു പേരിടാൻ പറ്റുമോ? പേരിട്ടത് എന്തുകൊണ്ടും അങ്ങനെ പേരിട്ടെ? അതെനിക്ക് തോന്നി ഫസൽ റഹ്മാൻ, ഫസൽ സുബ്ഹാൻ നല്ലൊരു പേരാണല്ലോ. പരാതിയാണ്. ഒരാളെ വിളിക്കുമ്പോ ഓനെ വിളിക്കുമ്പോ ഇവനെ വിളിയേക്കും, ഇവനെ വിളിക്കുമ്പോ അവനും വിളിയേക്കും. പേരല്ലേ നിന്നോട്ടെ, നല്ലതാണ് നിന്നോട്ടെ പറഞ്ഞു. പേരൊക്കെ അടിപൊളി പേരാണ്, പക്ഷെ ഒരാൾക്കുള്ളുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതെ ഫസലു റഹ്മാൻ, ഇവൻ ഫസൽ സുബ്ഹാൻ. ജോസ് പ്രകാശ് ബുദ്ധിമുട്ടാ ഈ പേര് ഞാൻ എങ്ങനെ പറയുമ്പോ ഫസൽ എന്ന് വെച്ചാൽ കാറ്റാട്ടോ, നല്ല കാറ്റാണ്.
ചേച്ചി എന്താ ചെയ്യണം അപ്പം ഈ ഫീൽഡ് തന്നെ? അല്ലല്ല അവര് മെഡിക്കൽ നിങ്ങളെങ്ങനെ ഇവിടെ ആദ്യം ഇഷ്ടം ചെറുപ്പം തൊട്ടുള്ള പാഷനായിരുന്നു. ഇപ്പൊ വാർത്ത വായിക്കാൻ തുടങ്ങി ഏയില വാർത്ത വെച്ചിന് ചെറിയ ചെറിയ ചെറുപ്പം. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കും. കുന്നംകുളം ഡാമിൽ 3 പേര് തൂങ്ങി മരിച്ചു. അതൊക്കെ 3 പേര് തൂങ്ങി മരിച്ചു ഡാമിൽ. ക്യാമറ ആണെങ്കിൽ ഇവര് ഇതേ ഇതില് ചോദിക്കാം. നിങ്ങൾ ഈ ഫീൽഡിൽ കുറേ ആയോ? വർഷങ്ങളായോ? ഒരു 3 years ആയി. എനിക്കാണ് എക്സ്പീരിയൻസ് ഉണ്ട്. 3.5 years. ഞാനൊരു വർഷമായുള്ളൂ. നിങ്ങൾ വേറെ കഴിഞ്ഞോ? കല്യാണം കഴിഞ്ഞോ? ഞാൻ പറയാൻ നേരത്തെ കഴിക്കണം. കാരണം കുട്ടികൾക്ക് വലിയതായാലും ഇതാണ് വെറുതെ നേരത്തെ കഴിക്കണോ അതോ വൈകി കഴിക്കണ നല്ലത്. എന്തായാലും ചില കാര്യങ്ങൾ ആലോചിച്ചാൽ പെട്ടെന്ന് കഴിക്കണം തോന്നും. ചില കാര്യങ്ങൾ ആലോചിച്ചാൽ പിന്നീട് വൈകി കഴിച്ചാൽ മതി എന്ന് തോന്നും. ഇപ്പൊ കെട്ടരുത് ഇപ്പൊ. ഓരൊക്കെ വൈണ്ടാക്കണ്ട, അത് 4-5 ഉണ്ടാവും. എന്നിട്ടാണ് പറയുന്നത് കെട്ടരുത്. മായ പെയ്തിട്ടൊക്കെ ക്യാമറയും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കാം കേട്ടോ. ഇന്ന് പെയ്തില്ല മോണ്ടാ. ഞങ്ങള് പോട്ടാ മയ്യേ. ഇവലുണ്ടല്ലോ നിങ്ങളെടുക്കാനേ പകുതിയിലേറെ കഴിഞ്ഞിക്കണേ അല്ലേ? നമ്മള് പോവാട്ടോ. നമ്മള് പോവാ. ഞങ്ങള് പോവാണ്. ഓല് ഇന്റർവ്യൂ കഴിഞ്ഞിട്ടില്ല. ഓല് കണ്ടിന്യൂ ചെയ്യട്ടെ. മഴ ചാറ്റുണ്ട് മഴ പെയ്യോ ആവോ. ചെറിയ കുറ്റുണ്ട് എന്താ വന്നോ. നല്ല കാറ്റും മഴയിട്ട് ഇവിടെ ആകെ അടിച്ച് വീശാണ് കാറ്റൊക്കെ. ഇന്റർവ്യൂ കറണ്ട് പോയി. കറണ്ട് വന്നാല് ബാക്കിയുള്ള പരിപാടി എടുക്കും. നമുക്കൊരു ചിക്കുവിനെ പിടിച്ചൊരു ഫോട്ടോ എടുക്കാം. ചിക്കു അവിടെ ഇരിക്കുന്നുണ്ട് കാറ്റും കൊണ്ട്. അപ്പൊ നമുക്കൊരു ഫോട്ടോ എടുക്കാം. ഫോട്ടോ വീഡിയോ ഒരു ഫോട്ടോ എടുത്തോളാം. വീഡിയോ ഞാൻ ഇതിലെടുക്കാൻ ഞാനൊരു ഫോട്ടോ ഇതുപോലെ കാത്തിരിക്കണേച്ച് മയനെ ഇനി വെള്ളം വേണോ? ആകത്തി നല്ല കാറ്റും മഴ. ഏഴ് കാറ്റും മഴ കേട്ടോ അവിടെ. അതിലൊക്കെ മഴ ചോടുണ്ട്. പോകല്ലേ നിങ്ങൾ പോയ ഒരു ജാതി ഒന്നും കൊണ്ട് പറയാനുണ്ടായി. സിബിൽ ഇവിടെ വന്നു തുടങ്ങിയാണ്. കാരണം എന്താ അറിയോ, മഴ പെയ്തിട്ട് ഞാൻ കാട്ടിത്തരാം. ആകെ മഴയാണ്, ആകെ സീനാണ്. ഒന്ന് കുടുങ്ങിയിരിക്കണേ. പോവാൻ പറ്റണില്ല പറഞ്ഞു. ഞങ്ങൾ പറയുന്ന കേൾക്കണ്ടോന്ന് അറിയില്ല കേട്ടോ. കാരണം മഴയും കൊണ്ട് ഇനി പോലെ പരിചയത്തിലെത്തണം. കാരണം അവിടെ എത്തിയിട്ടാണ് നോയിമിന്റെ പരിപാടിയൊക്കെ എടുക്കാനല്ലേ, ഫുഡൊക്കെ ഉണ്ടാക്കണ്ടേ. ഒന്നും ഉണ്ടാക്കാതെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇന്റർവ്യൂ ഉണ്ട് പറഞ്ഞപ്പോൾ അതായത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. കോലി കുടുങ്ങി ഇവിടെ നിന്നിട്ട്. അപ്പോൾ നമ്മളെന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. അതിലെല്ലാവർക്കും